ഇത് ഈ ഇറാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അമേരിക്കയുടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ ഇറാന്റെ തീരത്തടക്കുകയാണ്. മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വലിയ രീതിയിലുള്ള ഒരു ചർച്ച നടത്താൻ അമേരിക്കയിലേക്ക് എത്തുന്നുണ്ട്. അതായത് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ്. അവിടെ നിർണായക നീക്കങ്ങൾ ഉണ്ടാകുകയാണ്. എന്താണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇറാന്റെ പ്രതികരണം എന്താണ്? രേഷ്മ, ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയങ്ങൾ അത് നമ്മുടെ നാട്ടിലെ പല ഓൺലൈൻ മാധ്യമങ്ങളും പല മുഖ്യധാരാ മാധ്യമങ്ങളും വേണ്ട ഗൗരവത്തോടു കൂടിയല്ല റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോകൾ, അതിൻ്റെ വാർത്തകൾ പുറത്തുവിടുന്നത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇറാൻ തകരുന്നു, ഖാംനെയി ഭരണകൂടം താഴെ വീഴുന്നു, ഇസ്ലാമിക ഭരണം അവസാനിക്കുന്നു എന്ന നിലയിൽ ഒരുപാട് ആഘോഷിക്കപ്പെട്ട ഒരു വിഷയമാണ് ഇറാനിലെ വിഷയം. അന്ന് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇറാൻ വിഷയം ആളിക്കത്തിക്കുകയായിരുന്നു. കാരണം അവിടുത്തെ ഇസ്ലാമിക ഭരണം താഴെ വീഴാൻ പോവുകയാണ്, ഇസ്ലാമിക റിപ്പബ്ലിക് ഇല്ലാതാവാൻ പോവുകയാണ്, ഖാംനെയിയെ ട്രംപ് തീർക്കാൻ പോവുകയാണ്, അമേരിക്ക അവിടെ പിടിച്ചെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു മതപരമായ വർഗീയപരമായ ഒരു ആസ്പെക്റ്റ് എടുത്തു വെച്ചാണ് ഇവിടെയുള്ള ആളുകൾ ഭൂരിഭാഗവും ഇത് ചർച്ച ചെയ്തത്, മാധ്യമങ്ങൾ. ഇപ്പോൾ അതിന് അങ്ങനെ ഒരു ആസ്പെക്റ്റ് വരുന്നില്ല. അതോടുകൂടി ഈ വിഷയത്തിൻ്റെ യഥാർത്ഥ ഗൗരവം എന്താണെന്നറിയാതെ ഇവർ ആ വിഷയം മാറ്റിവെക്കുകയാണ്. എന്താണെന്നറിയോ, ശരിക്കും പറഞ്ഞാൽ ഈ ഇറാൻ ഒരു യുദ്ധഭീതിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിലൊരു യുദ്ധമുണ്ടാകുന്നു, അല്ലെങ്കിൽ ഇറാൻ ഒരു യുദ്ധഭൂമിയായിട്ട് മാറുന്നു, ഇറാൻ തകരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. അത് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ഇറാൻ്റെ വർഗീയ എലമെൻ്റ് എടുത്ത്, അല്ലെങ്കിൽ അത് മതപരമായ എലമെൻ്റ് എടുത്ത് വെച്ച് ഇവിടെ അതിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി, ഇവിടെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് പല വിദ്വേഷ വീഡിയോകളും ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ആ വിഷയം ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണം, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തതിൻ്റെ കാരണം, ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലായിട്ടാണ്. ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇറാൻ അത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് മനസ്സിലായപ്പോൾ അവർ പതുക്കെ ആ വിഷയം വിട്ടു. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു യുദ്ധമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നൊരു രാജ്യം ഇന്ത്യയാണ് എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കണം. ഞാൻ അതുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ വിഷയം, ഈ ഇറാൻ എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധത്തിലേക്ക് പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, വ്യാവസായിക പ്രതിസന്ധി ഉണ്ടാക്കും, സാമ്പത്തിക മാന്ദ്യം ഉണ്ടാക്കും, കപ്പലുകളൊന്നും ചരക്കുകളുമായി പോവാതെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ അതിനൊക്കെ ബാധിക്കും. അതിനൊക്കെ അപ്പുറം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു നയതന്ത്ര ബന്ധം എന്ന് പറയുന്നത് ഇറാനുമായി വളരെ അടുത്ത ബന്ധമാണ്. അതുപോലെ തന്നെ അമേരിക്കയുമായി നമുക്ക് ബന്ധമുണ്ട്. അപ്പം നമുക്കിത് ഏതൊക്കെ തരത്തിൽ ബാധിക്കും, നമ്മൾ എന്ത് നിലപാടെടുക്കും, ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിഷയമായി തന്നെ നിൽക്കും. അത് ഇന്ത്യയെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരിക്കലും ഒരു യുദ്ധം ഉണ്ടാകരുത്, ഇറാനെ തകർക്കുന്ന വിധത്തിലേക്ക് അമേരിക്ക പോവുകയോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ ഇറാൻ പോവുകയോ ഒക്കെ ചെയ്താൽ യുദ്ധമാണ്. അപ്പോൾ ആ യുദ്ധം ഉണ്ടാകരുത് എന്ന നിലയിലേക്ക് നമ്മൾ നിരന്തരമായി ചർച്ചകൾ നടത്തിയ കാര്യം, അല്ലെങ്കിൽ ആ യുദ്ധം ഉണ്ടാകാത്തൊരു സാഹചര്യത്തെ നമ്മൾ കൃത്യമായി അവലോകനം ചെയ്യുന്നതിൻ്റെ കാര്യം, ആ യുദ്ധം ഉണ്ടായാൽ ഏറ്റവും അധികം പ്രതിസന്ധിയിലാകുന്നത് നമ്മളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഏറ്റവും അധികം ബാധിക്കുന്ന രാജ്യങ്ങളിലൊന്നായിരിക്കും ഇന്ത്യ. അതുപോലെ ഗൾഫ് രാജ്യങ്ങളെ ഇത് ബാധിക്കും. നമുക്കറിയാം, നമ്മുടെ പാവപ്പെട്ട പ്രവാസികളായിട്ടുള്ള എത്രയോ മനുഷ്യർ അവിടെയുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ലായിട്ടുള്ള, സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലായിട്ടുള്ള ഒന്ന് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രവാസികൾ അയക്കുന്ന പണമാണ്. എത്ര ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ, കോടിക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നത് ഈ പ്രവാസികൾ അയക്കുന്ന പണം കൊണ്ടാണ്. ഇതിനെയൊക്കെ ബാധിക്കുന്നേ. അപ്പോൾ അത് അത്രയും ഗുരുതരമായ വിഷയം. ഇവിടെ കുറേ ആളുകൾ ഇറാൻ ഇപ്പോൾ തകരണം, ഇറാനിൽ ഇസ്ലാമിക രാജ്യം തീരണം, ഖാംനെയി മരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവർ യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടാണ്. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. നമുക്കൊന്നും നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ യുദ്ധം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇറാൻ്റെ ആ ഒരു സ്റ്റാൻഡ് അംഗീകരിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതായത് ഇറാൻ ശക്തമായൊരു നിലപാട് സ്വീകരിക്കുന്നു, ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ അമേരിക്ക ഇറാന് മേലുള്ള സമ്മർദ്ദം ഒഴിവാക്കും, അതായത് ഉപരോധം ഒഴിവാക്കും. ഇറാന് അന്താരാഷ്ട്ര തലത്തിൽ വ്യാപാരം ചെയ്യാൻ കഴിയും, ഇറാനിൽ നിന്ന് കയറ്റുമതി ഉണ്ടാകും, ഇറാൻ്റെ എണ്ണശേഖരം ലോകത്തേക്ക് വ്യാപിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനും രക്ഷപ്പെടും, യുദ്ധമില്ലാത്ത അവസ്ഥയുണ്ടാകും. ആണവായുധം ഉണ്ടാക്കില്ല എന്ന് ഇറാൻ പറഞ്ഞതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഭീതിയുടെ ആവശ്യവുമില്ല. എല്ലാം സമാധാനപരമായി മുന്നോട്ട് പോകും. അതിനുള്ള ഒരു സാധ്യതയായിരുന്നു കഴിഞ്ഞ ദിവസം തെളിഞ്ഞത്. നമ്മൾ ഇന്നലെ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട്. അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള JD വാൻസ് ഇന്നലെ പറഞ്ഞൊരു കാര്യം, എല്ലാവരുടെയും കൂടി അഭിപ്രായങ്ങൾ സ്വരൂപിച്ചതിന് ശേഷമേ ഈ ആണവ കരാർ അന്തിമമായി ഒപ്പിടൂ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇറാൻ്റെ ഭാഗം കൂടി കേൾക്കും, GCC കൺട്രീസിൻ്റെ ഭാഗം കേൾക്കും. ഒരിക്കലും ഏകപക്ഷീയമായ ആ പഴയ കടുംപിടുത്തം
നടപ്പാക്കില്ല എന്നായിരുന്നു അമേരിക്കയുടെ ഏറ്റവും ഒടുവിലത്തെ കഴിഞ്ഞ മണിക്കൂറുകളിലെ സ്റ്റാൻഡ് അതായിരുന്നു. പക്ഷെ പൊടുന്നനെ ഇതിൽ വലിയൊരു മാറ്റമുണ്ടാക്കിയത് ഇസ്രായേലാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെടണം, ഇറാൻ പറയുന്ന കണ്ടീഷൻസ് അംഗീകരിച്ചുകൊണ്ട് ഒരു കാരണവശാലും കരാറിൽ ഒപ്പിടരുത്, അത് വലിയ ദോഷം ചെയ്യും, അതുകൊണ്ട് ഇറാനെ ആക്രമിക്കണം. ഈ അമേരിക്കയെ കളത്തിലിറക്കി വിട്ടിട്ട് ഇസ്രായേൽ ഇത്രയും വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിന്റെ പിന്നിൽ എന്താണ്? ഇറാനെ മൊത്തത്തിൽ തീർക്കുക എന്ന ലക്ഷ്യം മാത്രമാണോ, അതോ വേറെന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പ്ലാനുകൾ? ഇസ്രായേലിനെ സംബന്ധിച്ച് ആത്യന്തികമായി ഇറാന്റെ നാശമാണ് ഇസ്രായേലിന്റെ ആഗ്രഹം, ഇസ്രായേലിന്റെ ലക്ഷ്യം. അതിന് കാരണമെന്ന് വെച്ചാൽ ഇസ്രായേലിന് എപ്പോഴും വെല്ലുവിളി ഉയർത്തുന്ന, അല്ലെങ്കിൽ പലസ്തീൻ പിടിച്ചെടുക്കുക, വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുക തുടങ്ങിയ ഇസ്രായേലിന്റെ ഒരുപാട് ഭൂമിശാസ്ത്രപരമായ നേട്ടങ്ങൾ അവർ ലക്ഷ്യമിടുന്നു. റിയൽ എസ്റ്റേറ്റ് താല്പര്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിന് വിഘാതമായി നിൽക്കുന്നത് ഇറാനും അതോടൊപ്പം ഈ പറയുന്ന ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളുമാണ്. നമുക്കറിയാം ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ തുടങ്ങിയ ഇറാഖിലെ മിലീഷ്യകൾ അടക്കമുള്ളവരാണ് ഈ പറയുന്ന ഇസ്രായേലിൻ്റെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ, ഭൂമി പിടിച്ചെടുക്കുന്ന, പലസ്തീനെ പൂർണ്ണമായും വിഴുങ്ങുന്ന ആ താല്പര്യങ്ങൾക്കൊക്കെ എതിരെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ മുഴുവൻ ബാക്കപ്പ് ചെയ്യുന്നത്, അവർക്ക് വേണ്ട ശാസ്ത്ര സാങ്കേതിക ആയുധ പിന്തുണയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് ഇറാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ഭരണകൂടം താഴെ വീഴുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്കെതിരായ വലിയൊരു ഭീഷണി എന്നേക്കുമായി ഇല്ലാതാവുക എന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇറാൻ തകർക്കപ്പെടണമെന്നാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനെ തകർക്കാനുള്ള സാഹചര്യങ്ങളില്ല. നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഗ്രൂപ്പിനെ അവർക്ക് അറ്റാക്ക് ചെയ്യണമെങ്കിലും അമേരിക്കയുടെ സാമ്പത്തിക സഹായം വേണമായിരുന്നു, ആയുധ സഹായം വേണമായിരുന്നു, അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ വേണമായിരുന്നു. അല്ലാതെ അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ലോകം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയും ഇറാനും തമ്മിലൊരു യുദ്ധം ഉണ്ടായെങ്കിൽ മാത്രമേ ഇറാന് എന്തെങ്കിലും തകരാറുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇറാൻ തകർക്കപ്പെടുകയുള്ളൂ, ഇറാൻ ദുർബലമാകുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറപ്പെടുകയുള്ളൂ എന്ന് കൃത്യമായി ഇസ്രായേലിന് അറിയാം. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് പോകാതെ ഒരു കൈകൊടുക്കലോ അല്ലെങ്കിൽ ഒരു അനുഭാവപൂർവമായ കരാറിൽ ഒപ്പിടുകയോ ഇറാൻ രക്ഷപ്പെടുകയോ ഇറാൻ മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അതിനെ പരിപൂർണമായും ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനെയും ബദ്ധവൈരികളാക്കി നിർത്തിക്കൊണ്ട് അമേരിക്കയെ കൊണ്ട് ഇറാനിലേക്ക് കൂടുതൽ സൈനിക നീക്കങ്ങൾ നടത്തിക്കൊണ്ട് സ്ഥിതി അതീവ ഗുരുതരമാക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ പരീക്ഷിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ കാണാൻ വേണ്ടി വാഷിങ്ടണിലേക്ക് പോവുകയാണ്. അവർ ചർച്ച ചെയ്യുകയാണ്. ആ ചർച്ചയ്ക്ക് തൊട്ട് മുമ്പ് തന്നെ അമേരിക്ക പുതിയ യുദ്ധക്കപ്പലുകൾ കൂടി ഇറാനിലേക്ക് അയക്കുകയാണ്. ഈ കപ്പൽ നേരത്തെ അറബിക്കടലിൻ്റെ പരിസരത്ത് ഉണ്ടായിരുന്ന കപ്പലാണ്. അതിപ്പോൾ കൂടുതൽ ഇറാൻ്റെ തീരങ്ങളിലേക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. സമ്മർദ്ദം മാത്രമല്ല, യുദ്ധഭീതി വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇനി നാളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും കൂടിയൊക്കെ ഒരു കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞാൽ അതിലെന്തായിരിക്കും തീരുമാനമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരിക്കലും അമേരിക്കയും ഇറാനും കൂടി ഒരു സൗഹാർദ്ദപരമായ അല്ലെങ്കിൽ ഇരു കൂട്ടരും വിട്ടുവീഴ്ചകൾ നടത്തിക്കൊണ്ടുള്ള ഇരു കൂട്ടർക്കും ഗുണകരമായ ഒരു കരാർ എന്നത് ഒരിക്കലും നടപ്പാകരുത് എന്നാണ് ഇസ്രായേലിൻ്റെ ശരിക്കുമുള്ള സ്വപ്നം. അവരതിനു വേണ്ടിയുള്ള പണികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വീണ്ടും അമേരിക്ക ഈ ഒരു യുദ്ധവാഹിനി കപ്പൽ രംഗത്തിറക്കുമ്പോൾ ഇസ്രായേലും ഒപ്പം നിൽക്കുകയാണ്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രംപിനൊപ്പം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പെടുന്നതിന് ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ പറയുന്നത് അമേരിക്ക ഒത്തുതീർപ്പിലേക്ക് പോയി ഒരു യുദ്ധം ഒഴിവാകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. പക്ഷെ അതിനൊക്കെ ശേഷമാണ് പൊടുന്നനെ ഇസ്രായേലിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് ഇറാന് നേരെ വീണ്ടും പ്രകോപനം വർദ്ധിപ്പിക്കുകയാണ്. ഇറാനെ വീണ്ടും വെല്ലുവിളിക്കുന്ന വിധത്തിൽ കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ അമേരിക്ക രംഗത്തിറക്കുകയാണ്. എന്നിട്ടാണ് അമേരിക്കയും ഇസ്രായേലും കൂടി ചർച്ച നടത്താൻ പോകുന്നത്. സ്വാഭാവികമായി ഈ ചർച്ചയിൽ ഇറാനെ ആക്രമിക്കണം എന്ന നിലപാടിലേക്ക് അമേരിക്കയെ കൊണ്ടുവരാൻ വേണ്ടി നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നിർണായകമായ പല നീക്കങ്ങളും ഉണ്ടാകും. അത് 100% ഉറപ്പാണ്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് നെതന്യാഹുവിന് തിരിച്ച് ട്രംപും അങ്ങനെ തന്നെയാണ്. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പോലും ട്രംപിനോട് അനുഭാവപൂർണമായ സമീപനമാണ് അവിടെ നെതന്യാഹു സ്വീകരിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്തും ട്രംപ് വിജയിക്കണമെന്ന നിലയിലേക്കായിരുന്നു നെതന്യാഹുവിൻ്റെ ഒരു കണക്കുകൂട്ടൽ, അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളൊക്കെ. അപ്പോൾ
ഇരുവരും തമ്മിൽ വലിയ ആത്മബന്ധമുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ ഒരിക്കലും പരിപൂർണമായി വിട്ടുകളയാൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? നെതന്യാഹു പറയുന്ന കാര്യങ്ങൾക്ക് അമേരിക്കയ്ക്ക് വഴങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ആ സമ്മർദ്ദങ്ങൾക്ക് അദ്ദേഹം വഴിപ്പെടും. അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ച് ഇറാൻ പറയുന്നത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ ആണവ പരീക്ഷണം നിർത്താനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹൂത്തികളടക്കമുള്ള ഹിസ്ബുള്ള അടക്കമുള്ള ഹമാസ് അടക്കമുള്ള പ്രോക്സി ഗ്രൂപ്പുകളെ പിന്തിരിപ്പിക്കാനോ ഇറാനിലെ ആഭ്യന്തര കലാപം നടത്തിയവരെ അടിച്ചമർത്താതിരിക്കാനുള്ള നീക്കങ്ങളൊന്നും ഞങ്ങൾ നടത്തില്ല. ഞങ്ങൾ ഞങ്ങളുടെ വഴിയെ പോകും. ആണവ വിഷയത്തിൽ ആണവ ഊർജ്ജം ഉണ്ടാക്കും, പക്ഷെ അതിന് വേണമെങ്കിൽ തോത് കുറയ്ക്കാം. ഇത് മാത്രമാണ് ഇറാൻ പറയുന്ന ഒരേ ഒരു കാര്യം. അപ്പോൾ അതിൽ നിന്ന് ഇറാൻ വിട്ടുവീഴ്ചയിലേക്ക് കൂടുതൽ പോകാൻ സാധ്യതയില്ല. പക്ഷേ നെതന്യാഹു ട്രംപിനോട് പറയാൻ പോകുന്നത് എല്ലാ നിർദ്ദേശങ്ങളും, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന സകല നിർദ്ദേശങ്ങളും അംഗീകരിച്ചില്ല എങ്കിൽ, ഇറാൻ അംഗീകരിച്ചില്ലെങ്കിൽ നമുക്ക് ആക്രമിക്കേണ്ടി വരും, യുദ്ധം ചെയ്യേണ്ടി വരും. ഇതിനു മുമ്പ് ഇതുപോലെ നെതന്യാഹു ഒരു രാത്രിക്ക് നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാനിലേക്ക് ആക്രമണം നടന്നതാണ്. തൊട്ടു പിന്നാലെ ഈ നെതന്യാഹുവിൻ്റെ വാക്ക് കേട്ടിട്ട് ട്രംപ് ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഉപയോഗിച്ച് ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തി നമ്മുടെ മുന്നിലുണ്ട്. ഇത് മാത്രമല്ല, നെതന്യാഹു ഇപ്പോൾ മറ്റൊരു ഭയാനകമായ പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി നടത്തുന്നത് എന്താണ്? അമേരിക്കയുമായി ഇറാൻ കരാറിൽ ഒപ്പിട്ടാലും ഇറാനെ വെറുതെ വിടില്ല എന്നാണ്. അപ്പോൾ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ സർവ്വസന്നാഹങ്ങളുമായിട്ട് റെഡിയായിട്ട് നിൽക്കുക. അപ്പോൾ അമേരിക്കയുമായി അടുത്ത ദിവസം വീണ്ടും തുടർ ചർച്ച നടക്കാൻ പോവുകയാണ്. ഈ തുടർ ചർച്ചയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ കൈകൊടുത്താലും ഇസ്രായേൽ വേണമെങ്കിൽ ഇറാനെ കയറി അടിച്ച് യുദ്ധഭീതി രൂക്ഷമാക്കും. അപ്പോൾ ഇറാൻ തിരിച്ച് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയാൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ സഹായിക്കാതിരിക്കാൻ കഴിയില്ല. അതായത് അമേരിക്ക യുദ്ധം വേണ്ട എന്ന് പറഞ്ഞാലും ആ യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിടുന്ന വിധത്തിലേക്കാണ് ഇപ്പോൾ ഇറാനെതിരായിട്ടുള്ള ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ. അത് ഇസ്രായേലിനും വലിയ തിരിച്ചടിയാകും, പശ്ചിമേഷ്യയ്ക്ക് മൊത്തത്തിൽ ദുരന്തമാകും. ഇറാന് നേരെ ആക്രമണം ഉണ്ടായാൽ ഇറാൻ തിരിച്ചടിക്കുമുള്ളത് സംശയം വേണ്ട. സ്വാഭാവികമായിട്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന നിലയിലേക്കാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അതിൽ നെതന്യാഹുവിൻ്റെ വ്യക്തിപരമായ പല അജണ്ടകളും അതിന് പിന്നിലുണ്ട്. അറസ്റ്റ് ഒഴിവാക്കാനുള്ള, പ്രോസിക്യൂഷൻ നടപടികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന നിലയിലൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. എന്തായാലും അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ അത് പശ്ചിമേഷ്യയെ ഗുരുതരമായി ബാധിക്കും. പ്രത്യേകിച്ച് നമ്മളെ, ഇന്ത്യയൊക്കെ അത് പിടിച്ചുലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്രയും ഗുരുതരമായൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെ ഇസ്രായേൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള യോഗത്തിന് ശേഷം നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും എന്താണ് അതിൻ്റെ ഭവിഷ്യത്ത്, അല്ലെങ്കിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന്.